ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എൻ്റെ പൊന്നു ഗൈസ്, എന്തൊരു ചൂടാണ്, എന്തൊരു രക്ഷയില്ല, അതികഠിനമായ ചൂട്. വീട്ടിനകത്ത് ചൂട്, പുറത്തിറങ്ങിയ ചൂട്, വണ്ടിക്കകത്ത് എവിടെയെങ്കിലും പോകുന്ന വെച്ചാൽ ഒരു രക്ഷയില്ല. ഫ്രണ്ടിലത്തെ വിൻഷീൽഡിൽ നിന്നൊക്കെ വെയിലടിച്ച് കയറിയിട്ട് പുറത്തോട്ട് നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സൺഗ്ലാസ് ഒക്കെ വെച്ചാൽ പോലും ഉണ്ടാകുമ്പോൾ ഒരു രക്ഷയില്ല, ഭീകരം. എല്ലാവരും മാക്സിമം ഹൈഡ്രേറ്റഡ് ആയിട്ടൊക്കെ ഇരിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. കരിക്കും വെള്ളവും സംഭാരം കുടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് കേട്ടോ. അത് എൻ്റെ ഒരു രക്ഷയില്ല, ഭയങ്കരമായിട്ട് നമ്മളെ അങ്ങ് തണുപ്പിക്കും, ഉള്ളങ്ങ് തണുപ്പിക്കും. ഒന്നെങ്കിൽ സംഭാരം മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തൈര് ഉണ്ടാക്കിയിട്ട് അത് സംഭാരം അടിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കട്ട തൈര് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അത് ഫ്രിഡ്ജിൽ വെക്കുക, തണുത്ത വെള്ളം ഉപയോഗിക്കാതിരിക്കാൻ മാക്സിമം നോക്കുക. ഈ തൈര് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് നിങ്ങൾ കുറച്ചെടുത്ത് മിക്സിയിലിടുക, അതിൽ ഇത്തിരി വെള്ളം ഒഴിക്കുക, ഒരു പച്ചമുളക് ഇത്തിരി ഇഞ്ചിയൊക്കെ ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇടുക, അതടിക്കുക. ആ തണുപ്പാകുമ്പോഴത്തേക്ക് ഒരു മീഡിയം തണുപ്പാണ്, നമ്മുടെ തൊണ്ടയ്ക്കൊന്നും പ്രശ്നമൊന്നും വരത്തില്ല. അതടിക്കുക, കുടിക്കുക. എൻ്റെ അമ്മോ, ശരിക്കും തണുക്കും. മാക്സിമം എല്ലാവരും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. അത് അല്ലാന്നുണ്ടെങ്കിൽ കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വിയർത്ത് നമ്മളെ ബോഡിയിലെ മിനറൽസ് ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡാവും. സോ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. സോ നമുക്ക് ഇന്ന് ഒരു പുതിയ പ്രോഡക്റ്റ് നമ്മളെ കയ്യിലുണ്ട്. HP-യുടെ ഒരു കുഞ്ഞ് കീബോർഡാണ്. HP 350 വയർലെസ് കീബോർഡാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് അത്യാവശ്യം ചെറിയൊരു കീബോർഡാണ്, എന്നാലും നമ്മളെ എല്ലാ പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ളൊരു കീബോർഡാണ്. ഡോങ്കിളില്ല ഇതിലൂടെ, വയർലെസ് ആണ്. നമ്മൾ ബ്ലൂടൂത്ത് വഴിയാണ് ഇത് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് ഈ പെട്ടിക്കുള്ളിൽ വരുമ്പോഴത്തേക്ക് നമ്മളുടെ ഈ കീബോർഡ് വരുന്നുണ്ട്. 2 AAA സൈസ് ബാറ്ററി വരുന്നുണ്ട്. നമുക്കല്ലാതെ റീചാർജബിൾ ബാറ്ററി അല്ല, നോർമലി ഫിസിക്കൽ ബാറ്ററി ഇതിനകത്ത് ഇട്ടാണ്. ഇവിടെയാണ് ബാറ്ററി ഇടുന്നത്. ഇവിടെ ഇട്ടിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. AAA സൈസിന് ചെറിയ ബാറ്ററി ഉണ്ടല്ലോ, അതാണ് ഇടുന്നത്. ആ ബാറ്ററി 2 ഇട്ടിട്ട് വർക്ക് ചെയ്യിക്കാം. പിന്നെ ഇതിനകത്ത് ഒരു വാറണ്ടി കാർഡും അതിൻ്റെ ഒരു യൂസർ മാനുവലും, സിമ്പിൾ ആയിട്ടുള്ള യൂസർ മാനുവൽ അത്രേ ഉള്ളൂ ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇത് എല്ലാ ഡിവൈസുമായിട്ടും കോമ്പാറ്റബിൾ ആണ്. നിങ്ങൾക്ക് മാക്ബുക്കിൽ ഉപയോഗിക്കാം, വിൻഡോസിൽ ഉപയോഗിക്കാം, ക്രോം OS-ൽ ഉപയോഗിക്കാം, ആൻഡ്രോയിഡിൽ ഉപയോഗിക്കാം, ഐപാഡിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. അറ്റ് എ ടൈം നമുക്ക് 3 ഡിവൈസിൽ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാം. സൈസ് എന്ന് പറയുമ്പോൾ ഇത്രയും വരുന്നുള്ളൂ. സൈസ് ഏകദേശം ഒരു 128 സെൻറ്റിമീറ്ററോളം നീളം വരുന്നുണ്ട്, ഒരു 12 സെൻറ്റിമീറ്ററോളം വീതി വരുന്നുണ്ട്. വെയിറ്റ് ഒന്നും അതിന് വേണ്ടിയില്ല. പിന്നെ ഇവിടെ ഒരു ബട്ടൺ, ഒരു ഓൺ ഓഫ് ബട്ടൺ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ബാറ്ററി ഇടാം. പിന്നെ നമുക്ക് ഹൈറ്റ് കൂട്ടുന്ന സ്റ്റാൻഡും കാര്യങ്ങളൊന്നും അതിനകത്ത് വരുന്നില്ല കേട്ടോ. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ആണ്. 2 കളേഴ്സിൽ ഇത് നമുക്ക് അവൈലബിൾ ആണ്. വൈറ്റും കിട്ടും, ഈ ബ്ലാക്ക് കളറും കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 ഡിവൈസിൽ അറ്റ് എ ടൈം നമുക്ക് കണക്ട് ചെയ്തിട്ട് ഇൻസ്റ്റൻ്റ്ലി തന്നെ സ്വിച്ച് ചെയ്ത് 3ലേക്ക് നമുക്ക് ഒരേ ടൈമിൽ 3 ഉപയോഗിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരു ബട്ടൺ ഞെക്കിയിട്ട് നമുക്ക് 3 ഡിവൈസിലായിട്ട് ഇൻസ്റ്റൻ്റ്ലി സ്വിച്ച് ചെയ്തിട്ട് കീബോർഡ് യൂസ് ചെയ്യാം. ബ്ലൂടൂത്ത് 5.2 കണക്ടിവിറ്റി ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോങ്കിൾ ഇല്ല. നോർമലി വരുന്നവർ ഡോങ്കിൾ USB-യിൽ കണക്ട് ചെയ്ത് വരുന്നില്ല. അപ്പോൾ മാക്ബുക്ക് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് മിക്കവാറും ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം മാക്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള മിക്കവാറും Type-C പോർട്ടുകളുമായിരിക്കും മാക്കിൽ വരുന്നത്. അപ്പോൾ അതിനകത്ത് ഡോങ്കിൾ കണക്ട് ചെയ്യണം. നമുക്ക് ബ്ലൂടൂത്ത് വഴി ഈസി ആയിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് കീബോർഡ് കണക്ട് ചെയ്യാനും പറ്റും. നമ്മളുടെ USB പോർട്ടുകൾ വെറുതെ വേസ്റ്റ് ആവത്തില്ല. ഒരു കീബോർഡ് കണക്ട് ചെയ്ത് വേസ്റ്റ് ആവത്തില്ല. ആ പോർട്ടുകൾ നമുക്ക് വേറെ എന്തെങ്കിലും ഡിവൈസസ് കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അതാണ് ബ്ലൂടൂത്ത് ആകുമ്പോഴത്തേക്കുള്ള ഗുണം. കണക്ടിവിറ്റിയിലൊന്നും പ്രശ്നമില്ല. ഞാൻ യൂസ് ചെയ്തു, അത്യാവശ്യം ഈസിലി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. 1 ഇയർ ഇന്റർനാഷണൽ വാറണ്ടിയാണ് HP ഇതിന് കൊടുക്കുന്നത്. സോ പിന്നെ ഇതിനകത്ത് ബട്ടൺസ് വരുമ്പോഴത്തേക്ക് ചില നെഗറ്റീവ് ഉള്ളതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ബട്ടൺസ് കുറച്ച് ചെറുതാണ്. അപ്പോൾ ഇത്തിരി വലിയ കൈയുള്ള ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉപയോഗിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് വരും. പിന്നെ ഈ ക്ലിക്ക് സൗണ്ട് ഒന്നും ഇല്ല, ചെറിയ സൈലൻ്റ് ആണ്. ഇങ്ങനെ സൗണ്ടുകളൊന്നും ഞാൻ കേൾപ്പിച്ചു തരാം. സൗണ്ടുകളൊന്നും അങ്ങനെ ക്ലിക്ക് അങ്ങനെയുള്ള ശബ്ദങ്ങളൊന്നും ഇതിനകത്ത് കേൾക്കത്തില്ല. പിന്നെ മൾട്ടി ഫംഗ്ഷൻ കീസ് ഉണ്ട്. നമുക്ക് വോളിയം മ്യൂട്ടാക്കാനും കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഉള്ള ബട്ടൺസ് ഇങ്ങനെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും അങ്ങനെയുള്ള മൾട്ടി ഫംഗ്ഷൻ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഇമോജിക്കുള്ള ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺ ഉണ്ട്. PC ലോക്ക് ചെയ്യാനുള്ള ബട്ടൺ. ഈ ഒരു ബ്ലൂടൂത്തിൻ്റെ ബട്ടൺ ഇവിടെയുണ്ട്. ഈ ബ്ലൂടൂത്തിൻ്റെ ബട്ടൻ്റെ മുകളിൽ 3 ലൈറ്റും 1 2 3 എന്ന് പറഞ്ഞിട്ട് 3 ലൈറ്റും ഉണ്ട്. ഒരു ബാറ്ററിയുടെ സിമ്പിൾ കാണിച്ചിട്ടുള്ള ഒരു ലൈറ്റും ഉണ്ട്. അപ്പോൾ ബാറ്ററിയുടെ ചാർജ് അത് ലോ ബാറ്ററി വരുവാണെങ്കിൽ ആ ലൈറ്റ് ബ്ലിങ്ക് ആവും. പിന്നെ ഈ 1 2 3 ഡിവൈസ് വരുന്നത് നമുക്കൊരു ഡിവൈസിൽ കണക്ട് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ആദ്യത്തെ ടൈമിൽ നമ്മൾ ഒന്ന് ബ്ലൂടൂത്ത് ബട്ടൺ ഞെക്കുമ്പോഴത്തേക്ക് പെയറിംഗ് മോഡ് ആക്റ്റീവ് ആവും. അപ്പോൾ നമ്മൾ ഡിവൈസ് ഏതാണോ ലാപ്പ് കണക്ട് ചെയ്യാനാകുമ്പോഴത്തേക്ക് നമ്മൾ ലാപ്പിൽ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് കീബോർഡ് ഡിറ്റക്ട് ചെയ്യും. അതിനകത്ത് നമ്മൾ ഒരു നമ്പർ കാണിക്കും. അത് 6 ഡിജിറ്റ് നമ്പർ കാണിക്കും. നമ്മൾ ഈ കീബോർഡിൽ അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് പെയറിംഗ് ആവും. ഒന്നും കൂടെ അതിൽ ഞെക്കുമ്പോഴത്തേക്ക് രണ്ടാമത്തെ ഡിവൈസ് കണക്ട് ചെയ്യാനുള്ള 2 എന്ന് പറയുന്ന ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും. അതും ഇതുപോലെ ചെയ്യുക. ഒന്നുകൂടെ ഞെക്കുമ്പോൾ 3 എന്ന് പറയുന്ന ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും. അതിപ്പോൾ 3ാമത്തെ ഡിവൈസിൽ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ 3 ഡിവൈസ് കണക്ട് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ആദ്യത്തെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ആദ്യത്തെ ഡിവൈസിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നുണ്ട് പെട്ടെന്ന് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബ്ലൂടൂത്ത് ബട്ടണിൽ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് രണ്ടാമത്തെ ഡിവൈസ് ഏതാണോ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്, ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യം ഒരു മാക്ബുക്കിൽ കണക്ട് ചെയ്തു, രണ്ടാമതൊരു വിൻഡോസ് PC-യിലാണ് കണക്ട് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മാക്ബുക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ബ്ലൂടൂത്ത് ബട്ടണിൽ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് വിൻഡോസിലോട്ട് കണക്ട് ആവും.
ഈസിലി കണക്ട് ആവും. വേറെ നമ്മളൊന്നും ചെയ്യേണ്ട, ഈ ബട്ടണിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ ഈസിലി വിൻഡോസിലോട്ട് കണക്ട് ആവും. അടുത്ത് നമ്മളൊരു ആൻഡ്രോയിഡ് ഡിവൈസിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ക്രോം ഓഎസിലോ ആപ്പിൾ ഐപാഡിലോ മറ്റോ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് മൂന്നാമത്തെ ഏതാണ് ഡിവൈസിൽ കണക്ട് ചെയ്തിരിക്കുക അതിലോട്ട് സ്വിച്ച് ആവും. ആദ്യത്തെ ഡിവൈസിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുവാണ്, അത് മാറ്റിയിട്ട് വേറൊരു ഡിവൈസ് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്താൽ വീണ്ടും പെയറിംഗ് മോഡ് ആക്റ്റീവ് ആവും. അപ്പോൾ നമുക്ക് അടുത്ത ഏതെങ്കിലും പുതിയ ഡിവൈസ് കണക്ട് ചെയ്യാം. അങ്ങനെയാണ് പെയറിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. പിന്നെ നമ്മൾ മറ്റ് നോർമൽ വലിയ കീബോർഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് മറ്റേ ഇൻസേർട്ട്, ഹോം, പേജ് ഡൗൺ, പേജ് അപ്പ്, പിന്നെ നമ്പർ കീ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇതിനകത്ത് വരുന്നില്ല. അപ്പോൾ ചിലർക്കൊക്കെ നിർബന്ധമാണ് ഈ ഒരുപാട് കാൽക്കുലേഷൻ ഒക്കെ ചെയ്യുന്നവർക്ക് ഈ നമ്പർ കീ സെപ്പറേറ്റ് ഈ സൈഡിലുള്ളത് അവർക്ക് ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ അവർക്ക് ഈ ടൈപ്പ് ചെയ്യാനൊക്കെ ഈസിയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ കുറച്ച് ഈ പറഞ്ഞില്ലേ സ്പേസ് ഒക്കെ ഒരു ഇത്തിരി കുറവാണ്, എന്നാലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കാം. വിൻഡോസിനും മാക്കിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡെഡിക്കേറ്റഡ് ബട്ടൺസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. മറ്റേ കൺട്രോൾ ബട്ടൺ, കമാൻഡ് ബട്ടൺ, ഓപ്ഷൻ ബട്ടൺ അതെല്ലാം സെപ്പറേറ്റ് ആയിട്ടും അതിൻ്റെ കൂടെ വിൻഡോസ് ബട്ടണും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിൻഡോസ് പി സിക്കും മാക് പി സിക്കും രണ്ടിനും കോമ്പാറ്റബിൾ ആയിട്ട് കീസ് എല്ലാം വരുന്നുണ്ട്, സെപ്പറേറ്റ് കീസ് വരുന്നുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ഒക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ സ്റ്റാൻഡ് പൊക്കി വെച്ച് ഉപയോഗിക്കാൻ ഈ ഫ്രണ്ടിൽ സാധാരണ കീബോർഡുകൾക്ക് അങ്ങനെ സ്റ്റാൻഡ് വരും, അങ്ങനെയുള്ള സ്റ്റാൻഡും പരിപാടികളൊന്നും ഇതിനകത്തില്ല. നോർമൽ ഒരു വലിയ കീബോർഡ് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു വലിയ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിന്റെ ആ ഒരു കംഫർട്ട്, ആ ഒരു ഫീൽ നമുക്ക് ഈ ഇതിൽ കിട്ടില്ല. ഇതിനകത്ത് ടൈപ്പ് ചെയ്യുമ്പോൾ ഏകദേശം നമ്മളുടെ ഒരു ലാപ്ടോപ്പിനകത്തൊക്കെ ഇരിക്കുന്ന കീബോർഡിനൊക്കെ കുറച്ചുകൂടെ ഒന്ന് പ്രൊജക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കീബോർഡും അങ്ങനെ ലാപ്ടോപ്പിന്റെ കീബോർഡിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീലും ആണ് ഏകദേശം ഇതിന് കിട്ടുന്നത്. ക്വാളിറ്റി നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉള്ള ഒരു പ്ലാസ്റ്റിക് ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലുക്കിലൊക്കെ അത്യാവശ്യം ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്, പ്രശ്നമൊന്നുമില്ല. കുഞ്ഞു കീബോർഡാണ്, അതിന്റെ കുഞ്ഞ് കീബോർഡ് ആയതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഇതിനുണ്ട്. ഒരു ചെറിയ കീബോർഡ് മതി, അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നടക്കുന്ന ഒരു ചെറിയ കീബോർഡ് യൂസ് ചെയ്യാൻ ആവശ്യമുള്ളവർക്ക് ഇത് നോക്കാം. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള കീബോർഡ് ആയതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ഡോങ്കിളോ കാര്യങ്ങളോ യൂസ് ചെയ്യേണ്ട, ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഡിവൈസസിലും കണക്ട് ചെയ്ത് നമുക്കിത് വർക്ക് ചെയ്യാം. ഇതിൻ്റെ യൂസസ് മനസ്സിലാക്കി ഇത് ആവശ്യമുള്ളവർക്ക് വാങ്ങാം, ഇല്ലാത്തവർക്ക് ഒഴിവാക്കാം. വലിയ കീബോർഡുകൾ തന്നെ വേറെ ഏതെങ്കിലും നല്ല മോഡൽ ടൈപ്പ് നോക്കി നിങ്ങൾക്ക് വാങ്ങാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് 2 കളേഴ്സ് ഉണ്ട്, വൈറ്റും ഉണ്ട്, ഈ ബ്ലാക്കും ഉണ്ട്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും HP സൈറ്റിൽ നിന്ന് ഡയറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങാം. 1800 മുതൽ 2200 റേഞ്ചിൽ പല സൈറ്റുകളിലായിട്ട് ഇതിന്റെ പ്രൈസ് മാറി കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക. ചൂടാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാക്സിമം ഹൈഡ്രേറ്റ് ഒക്കെ ആയിട്ട് വെള്ളം കുടിച്ച് നട്ടുച്ച സമയത്തൊക്കെ വെയിലത്തൊന്നും ഇറങ്ങാതെ നോക്കുക. കാറിലും ബൈക്കിലും ഒക്കെ പോകുന്ന ഒരു പരമാവധി ഒരു സൺഗ്ലാസ് ഉപയോഗിക്കാൻ നോക്കുക. ബിക്കോസ് ഇത്രയും വെയിലടിച്ച് കിടക്കുന്ന കാരണം ഭയങ്കര ഡ്രൈ ആണ്, പൊടിയും, പിന്നെ നമ്മളെ റോഡിന്റെ പണിയൊക്കെ നടക്കുക, ഭയങ്കര പൊടിയും കാര്യങ്ങളുമാണ്. ആ പൊടിയുടെ പ്രശ്നം, ബൈക്കിലൊക്കെ പോകുന്നവർക്ക് പൊടി ഭയങ്കര ഇഷ്യൂ ആണ്. പിന്നെ രണ്ടാമത് ഈ പറയുന്ന പോലെ സൺലൈറ്റ്, ഭയങ്കര സൺലൈറ്റ് ആണ്, നമുക്ക് കണ്ണിന് ഹാംഫുൾ ആണ്, അത്രയ്ക്ക് ഭയങ്കര ഹെവി സൺലൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൺഗ്ലാസ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും നിങ്ങളുടെ കണ്ണിന്, ഇപ്പോൾ ഈ പറയുന്ന പോലെ ചെറിയ വിലയ്ക്ക് അത്യാവശ്യം നല്ല സൺഗ്ലാസ് ഒക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. പോളറൈസ്ഡ് സൺഗ്ലാസ് തന്നെ മസ്റ്റായിട്ട് വാങ്ങാം. വെറും UV കട്ട് മാത്രം മേടിച്ചിട്ട് കാര്യമില്ല, പോളറൈസ്ഡ് സൺഗ്ലാസ് മസ്റ്റായിട്ട് വാങ്ങുക. അപ്പോൾ ഇന്നത്തേക്ക് അത്രയാണ് ഗൈസ്, ബൈ.